ഹലോ നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രാഗൺ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാ എല്ലാവരും. നമ്മൾ ചിക്കന് സ്ട്രിപ്പായിട്ട് അരിഞ്ഞിട്ട്, അതായത് ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. അത് സ്ട്രിപ്പായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്തേക്കുന്നത് കോൺഫ്ലവർ ഉണ്ട്, മൈദയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഒരു മുട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ ജീരകപ്പൊടി. ഇത്രയും ചേർത്താണ് നമ്മൾ കോട്ടിങ് കൊടുത്തേക്കുന്നത്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തു. ഇത്രയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി, ഒരു സവാള സ്ലൈസാക്കി വെച്ചിരിക്കുന്നു, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു കടായി വെച്ചു, ഓയിൽ ഒഴിച്ച് ചൂടായി. നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ തിരിച്ചിട്ടു. ഒത്തിരി മൂക്കേണ്ട കാര്യമില്ലേ, നമുക്കിത് കോരിയെടുക്കാവേ. ഞങ്ങൾക്ക് അടുത്ത സെറ്റ് കൊണ്ടിടാം. നമ്മളെല്ലാം ചിക്കനും എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞു. ഇതൊരു മീഡിയം ഗോൾഡ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ആ കടയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എണ്ണ കുറേ മാറ്റി, അതിന് ശേഷം കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതധികം വഴലേണ്ട കാര്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. നമ്മൾ ഈ ചേർക്കുന്ന വെജിറ്റബിൾ എല്ലാം നമുക്ക് വാടി ഒന്ന് കിട്ടിയാൽ മതി, ഫുൾ കുക്ക്ഡ് ആകേണ്ട കാര്യമില്ല. അതിനുശേഷം ക്യാപ്സിക്കം, അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്തു. ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർത്തേ.
ക്യാരറ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് നമുക്കൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ് ഇതിനകത്ത്, പെപ്പർ പൗഡർ. ഇതിനകത്ത് അധികം മസാലകളൊന്നുമില്ല, സോസുകൾ മാത്രമേ ഉള്ളൂ. സോയ സോസ്, ഡാർക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂണ്, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂണ്, റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ചേർക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കും. ഡ്രൈ ആയിട്ട് എടുക്കണ്ടേ? ഗ്രേവി വേണ്ടവർക്ക് ഇതിൻ്റെ അകത്ത് കോൺഫ്ലവർ കലക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാവേ. അല്ലാത്തവർക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഈ ഒരു പരുവത്തിലെടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്രേവി ആക്കിയാണ് എടുക്കുന്നത്, നമ്മളിത് സെമി ഗ്രേവി ആക്കിയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഹണി ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഇതൊരു സ്വീറ്റ് കലർന്ന ചില്ലി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അല്പം മധുരമൊക്കെ ഉണ്ട് ഈ ഡിഷിന്. നമ്മളതിനാണ് തേൻ ചേർത്തത്. ഈ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന ചേർക്കുകയാണ്. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗാർണിഷ് ചെയ്യുകയാണ് സ്പ്രിംഗ് ഒനിയൻ. കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് വെളുത്ത എള്ള. ഇതൊരു ഗാർണിഷിംഗ് ആണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സന്തോഷമായിരിക്കുക കേട്ടോ. എല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന, ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയും നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, ഒരു ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ.